ഹലോ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വെണ്ടയ്ക്കുപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെണ്ടയ്ക്ക എടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആവാൻ വെക്കണം കേട്ടോ. പുറത്തെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം വട്ടത്തിൽ ഇതേപോലെ അരിഞ്ഞെടുക്കണം. നല്ല മൂക്കാത്ത വെണ്ടയ്ക്കാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല മൂപ്പെത്തിയിട്ടില്ല, എന്നാലും അത്ര പിഞ്ച് വെണ്ടയ്ക്കല്ല. പിഞ്ച് വെണ്ടയ്ക്കാണെങ്കിൽ അടിപൊളിയായിരിക്കും. കനം കുറഞ്ഞിട്ട് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാൻ. അതിന് ശേഷം ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം എണ്ണ ഒഴിക്കണോണ്ട് കുഴപ്പമില്ല. നമ്മളിത് നന്നായി ഡ്രൈ ആയിട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കുന്നതാണല്ലോ. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഓണത്തിനൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കണം. സവാള ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് അധികം ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. 2-3 ചെറിയ ഉള്ളിയൊന്നുമല്ല, കുറച്ച് അധികം തന്നെ ചേർക്കണം. അപ്പോൾ ഉള്ളി ചെറുതായി ഒന്ന് വഴറ്റുക. അതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ വഴറ്റുമ്പോൾ നമ്മുടെ ഈ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ ഒരു നല്ലൊരു കളർ കിട്ടും കേട്ടോ. പച്ചമണം പോയി കിട്ടണം മഞ്ഞൾപ്പൊടി, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളകാണ് കേട്ടോ. ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഉണക്കമുളകിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണക്കമുളക് വാങ്ങിയിട്ട് നന്നായി ഒന്ന് പൊടിച്ചിട്ട് വറുത്ത് പൊടിച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉണക്കമുളകില്ലേ കേട് വരില്ല. അല്ലെങ്കിൽ തണുപ്പ് സമയത്ത് പൂപ്പലടിക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റുക. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കണം നമ്മുടെ വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി. ഒട്ടും വെള്ളം ചേർക്കരുത്. നമ്മൾ അതിലത്തെ വെള്ളം കൂടി ആദ്യം തുടച്ചെടുക്കുന്നത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാതിരിക്കാനാണ്. കാരണം അത്രയും നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. വെണ്ടയ്ക്കയിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ വഴുവഴുന്ന് തന്നെ ആവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വരില്ല. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഒന്ന് ആവിയിൽ നമ്മളൊന്ന് അടപ്പ് വെച്ച് കഴിഞ്ഞാൽ ആവി വരുമല്ലോ. ആ ആവിയിൽ വേണം നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വെന്ത് കിട്ടാൻ. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, കരിയാൻ പാടില്ല. കണ്ടില്ലേ നമ്മുടെ വെണ്ടയ്ക്ക നല്ല ഫ്രൈ ആയി കളറൊക്കെ മാറി വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. കുട്ടികൾക്കായാലും വലിയവർക്കാണെങ്കിലും നല്ല ഇഷ്ടപിടിക്കും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ടേസ്റ്റുള്ള വിഭവമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.